മധുരമായ കുട്ടികളെ മാതാപിതാവിന്റെ ശാഖയിൽ വരണമെങ്കിൽ പൂർണ്ണമായും ഫോളോ ചെയ്യൂ. അവർക്ക് സമാനം മധുരമുള്ളവരായി മാറൂ. നല്ല രീതിയിൽ പഠിക്കൂ. ചോദ്യം: कौन सी गुह्य रासयुक्त रहस्ययुक्त बातें समझने के लिए बहुत अच्छी बुद्धि चाहिए? ഏതൊരു ഗുഹ്യമായ രഹസ്യയുക്തമായ കാര്യം മനസ്സിലാക്കുന്നതിന് വളരെ നല്ല ബുദ്ധി ആവശ്യമാണ്. ജ്ഞാനമാർഗത്തിലെ ഏതൊരു ഗുഹ്യമായ രഹസ്യയുക്തമായ കാര്യം മനസ്സിലാക്കുന്നതിന് വളരെ നല്ല ബുദ്ധി ആവശ്യമാണ്. വളരെ നല്ല ബുദ്ധി ആവശ്യമാണ്. उत्तरम: ब्रह्मा सरस्वती वास्तव में मम्मा बाबा नहीं है. सरस्वती तो ब्रह्मा की बेटी है, वह भी ब्रह्म कुमारी है. ब्रह्मा सरस्वती യഥാർത്ഥത്തിൽ മമ്മയും ബാബയും അല്ല. ബ്രഹ്മാവും സരസ്വതിയും യഥാർത്ഥത്തിൽ നമ്മുടെ മമ്മയും ബാബയും അല്ല. സരസ്വതി ബ്രഹ്മാവിന്റെ പുത്രിയാണ്. സരസ്വതിയും ബ്രഹ്മകുമാരിയാണ്. ब्रह्मा ही तुम्हारी बड़ी माम है, परंतु मेल है, इसलिए माता जगदम्बा को कह दिया. ബ്രഹ്മാവാണ് നിങ്ങളുടെ വലിയ അമ്മ. ബ്രഹ്മാവാണ് നിങ്ങളുടെ വലിയ അമ്മ. പക്ഷേ പുരുഷനായതുകൊണ്ട് മാതാവെന്ന് ജഗദംബയെ വിളിക്കുന്നു. एक बड़ी रहस्ययुक्त गुह्य बात है जिसको समझने के लिए बहुत अच्छी बुद्धि चाहिए. ഇത് വലിയ രഹസ്യയുക്തമായ ഗുപ്തമായ കാര്യമാണ്. ഇത് മനസ്സിലാക്കുന്നതിന് നല്ല ബുദ്ധി ആവശ്യമാണ്. പഴയ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. പുതിയ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്. രണ്ട്, സൂക്ഷ്മവദനവാസി ബ്രഹ്മാക്കോ പ്രജാപിത നഹീം കഹേങ്കി. സൂക്ഷ്മവദനവാസിയായ ബ്രഹ്മാവിനെ പ്രജാപിതാവെന്ന് വിളിക്കില്ല. പ്രജാപിത യഹാഹി. പ്രജാപിതാവ് ഇഹലോകത്തിലാണ്. यह व्यक्त जब संपूर्ण पवित्र हो जाते हैं तो संपूर्ण अव्यक्त रूप दिखाई देता. ഈ വ്യക്ത ബ്രഹ്മാവ് സമ്പൂർണ്ണ പവിത്രമായി മാറുമ്പോൾ സമ്പൂർണ്ണ അവ്യക്ത രൂപം അവിടെ കാണിച്ചിരിക്കുക. ഈ വ്യക്ത ബ്രഹ്മാവ് ദേഹധാരിയായ സാകാരി ബ്രഹ്മബാബ പവിത്രമായി സമ്പൂർണമാകുമ്പോൾ അവിടുത്തെ സമ്പൂർണ്ണ അവ്യക്ത അവസ്ഥ കാണിച്ചിരിക്കുകയാണ്. വഹം മൂവി ഭാഷ ചലത്തി. അവിടെ മൂവി ഭാഷയാണ്, ചലന ഭാഷയാണ്. അവിടെ ചലനത്തിന്റെ ഭാഷയാണ്, ശബ്ദമില്ല, ശബ്ദത്തിനുപരിയാണ്. ദേവതാവും കി മഹഫിൽ ലഗത്തി. അവിടെ ദേവതകളുടെ ഒരു സദസ്സ് നടക്കാറുണ്ട്. സമജനേക്ക് ഗുഹ്യ ബാത്ത്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഗുഹ്യമായ കാര്യങ്ങൾ. അതിൽ രണ്ട് കാര്യങ്ങളാണ് ബാബ എന്ന് പറഞ്ഞത്. ഒന്ന്, ബ്രഹ്മബാബയാണ് യഥാർത്ഥത്തിൽ അമ്മ. മാതാപിതാവെന്ന് ഭക്തിയിൽ പറയുമ്പോൾ, ജ്ഞാനത്തിലും പറയുമ്പോൾ
അമ്മ യഥാർത്ഥത്തിൽ ആരാണ്? ബ്രഹ്മാവ്. പക്ഷെ പൊതുവേ നമ്മളുടെ മനസ്സിൽ വരുന്നത് അമ്മ ജഗദംബ സരസ്വതിയും പിതാവ് ഇതുമാണ്. മാതാപിതാവ് എന്ന് പറയുന്നത് അതാണെന്ന് വിചാരിക്കുക. പക്ഷെ അവരുടെ അങ്ങനെയല്ല. പിതാവ് യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. അല്ലാഹുവുമുണ്ട്. ഇത് ആദമാണ്. ഈ ആദമാണ് യഥാർത്ഥത്തിൽ അമ്മ, ബൃഹത്തായ അമ്മ. ഭക്തിമാർഗത്തിൽ എന്താ പറയുന്നത്? അമ്മേ നാരായണ എന്നാണ്. അപ്പൊ നാരായണൻ അമ്മയായി മാറണം, ശിവൻ അച്ഛനായി മാറണം. അതിലൂടെ ജനിച്ച പുത്രിയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മകുമാരി ഓം രാധ അല്ലെങ്കിൽ ജഗദംബ സരസ്വതി. അതുകൊണ്ട് ജ്ഞാനത്തിൽ യഥാർത്ഥത്തിൽ മമ്മയല്ല. പക്ഷെ ബ്രഹ്മബാബ ഒരു പുരുഷനായതുകൊണ്ട് യജ്ഞമാതാവ് ആരാന്ന് ചോദിച്ചാൽ ഇതാണെന്ന് പറയാൻ പറ്റത്തില്ല പെട്ടെന്ന്. അപ്പൊ യജ്ഞമാതാവായിട്ട് ബ്രഹ്മകുമാരി ജഗദംബ സരസ്വതി നിമിത്തമാക്കി. രണ്ടാമത്തേത്, ഈ സൂക്ഷ്മലോകത്തിൽ ബ്രഹ്മാവിനെ കണ്ടു. അപ്പോൾ ചിലർക്ക് സംശയമായി, ഇനി അതാണോ ബ്രഹ്മാവ്, ഇതാണോ ബ്രഹ്മാവ്? ബാബ പറഞ്ഞു ഇതാണ് ബ്രഹ്മാവ്, ഇവിടെയാണ് സൃഷ്ടി കർമ്മം നടത്തുന്നത്. അപ്പൊ ഇതില് ചില തട്ടിപ്പ് നടക്കുന്നു. ഇതിലാണ് ഇപ്പൊ ശങ്കർ ബാബയൊക്കെ പറയുന്നത്. അപ്പോ ബാബ പറഞ്ഞിട്ടില്ലേ സൂക്ഷ്മലോകവാസി പ്രജാപിതാവല്ല, അപ്പൊ ഇവിടെ പ്രജാപിതാവ് വേണ്ടേ? അതയാളാണ്. അതാര് പറഞ്ഞെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, അത് പുള്ളി തീരുമാനിച്ചു, അത് ഞാനാണ്. അപ്പൊ നമ്മളും പറയാണ് ആ ഞാനാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല, അത് ഞാനാണ്, അത് പറഞ്ഞിട്ടില്ല തന്നെ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാകാര ബ്രഹ്മബാബ ഉണ്ടായിരുന്ന സമയത്ത് അവ്യക്ത ബ്രഹ്മബാബ അവിടെ കണ്ടിരുന്നു. അപ്പൊ ബാബ പറയണു അതല്ല ബ്രഹ്മാവ്, ബ്രഹ്മാവ് ഈ ആള് തന്നെയാണ്. ഇത് പൂർണ്ണമാകുമ്പോൾ, സമ്പൂർണമാകുമ്പോൾ ആ അവസ്ഥയിൽ ആ ലക്ഷ്യം കാണിച്ചു വെച്ചിരിക്കുന്നു മാത്രമേ. ഈ ജ്ഞാനത്തില് മുരളിയില് കണ്ടമാനം തലതിരിച്ച് ധാരാളം ആളുകൾ ഇപ്പൊ ഇതിന്റെ തലപ്പത്തേക്ക് കയറി. തലപ്പത്തേക്ക് എന്ന് വെച്ചാൽ അവരുടെ ഈഗോയാണ്. അവരുടെ ഈഗോ കാരണം അവർക്ക് ഒരാളുടെ കീഴിൽ നിൽക്കാൻ പറ്റും. അപ്പൊ അവര് തന്നെ ബ്രഹ്മാവാണ്, ഞാനാണ് ബ്രഹ്മാവ്, ഞാനാണ് ഇതിന്റെ. അങ്ങനെ കുറെ പേരുണ്ട്, 10-20 പേരായി. ചാൻസുകൾ ഇഷ്ടം പോലെ, 10-20 നമുക്ക് ഇപ്പൊ ബാബന്മാരും ഉണ്ട്. ഗീതം മാതാ ഓ മാതാ, ഓ മാതാക്കളെ, ഓം ശാന്തി. ബച്ചേ ജനത്തെ ഹേ യഹ് ഹേ ഈശ്വരീയ യൂണിവേഴ്സിറ്റി. കുട്ടികൾക്കറിയാം ഇത് ഈശ്വരീയ യൂണിവേഴ്സിറ്റിയാണ്. കോൻ പഠാതെ ഹേ, ആരാണ് പഠിപ്പിക്കുന്നത്? ഈശ്വർ, ഈശ്വരനാണ് പഠിപ്പിക്കുന്നത്. ഈശ്വർ തോ ഏക് ഹി ഹേ, ഉൻകാ ശാസ്ത്ര ഭി ഏക് ഹി ഹോനി ചാഹി. ഈശ്വരൻ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഈശ്വരന്റെ ശാസ്ത്രം ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. ജൈസെ ധർമ്മസ്ഥാപക ഏക് ഹോത്താ ഹേ, ഉൻകാ ശാസ്ത്ര ഭി ഏക് ഹോനാ ചാഹി. ധർമ്മസ്ഥാപകർ അല്ലെങ്കിൽ പ്രവാചകന്മാരും ഒന്നേ ഉള്ളൂ. പറഞ്ഞു ധർമ്മഗ്രന്ഥവും ഒന്നേ ഉണ്ടാവുള്ളൂ. ഖുറാൻ, ബൈബിള്, ധർമ്മപദം, പറഞ്ഞു 2 ധർമ്മഗ്രന്ഥം ഉണ്ടാവില്ല. फिर बल छोटे मोटे पुस्तक बना दिए है, वैसे एक शास्त्र होता. ബാബ പറഞ്ഞു അതിൽ നിന്ന് ചെറുതും വലുതുമായ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ധർമ്മശാസ്ത്രം ഒന്നാണ്. തോ യഹ് ഹേ ഗോഡ് ഫാദർ കി യൂണിവേഴ്സിറ്റി. ഇതാണെങ്കിലോ ഗോഡ് ഫാദറിന്റെ യൂണിവേഴ്സിറ്റിയാണ്. വൈസെ ഫാദർ കി യൂണിവേഴ്സിറ്റി തോ കൊയ് ഹോത്തി നഹി, ഗവൺമെന്റ് കി യൂണിവേഴ്സിറ്റി ഹോത്തി. ഈ ലോകത്ത് അച്ഛന്റെ യൂണിവേഴ്സിറ്റി ഇല്ല, ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റി. ഇൻകോ കഹാ ജാതാ ഹേ മദർ ഫാദർ കി യൂണിവേഴ്സിറ്റി. എന്നാൽ ഈ യൂണിവേഴ്സിറ്റി ആണെങ്കിലോ മാതാപിതാവിന്റെ, മദർ ഫാദറിന്റെ യൂണിവേഴ്സിറ്റിയാണ്. കോൺസെ മദർ ഫാദർ, ഏത് മദറും ഫാദറും. ഫിർ കഹേങ്കെ ഗോഡ് ഗോഡസ്. അപ്പോൾ ആളുകൾ പറയും ദേവി ദേവതകളുടെ. ഗാത്തെ ബി ഹെ തും മാതാപിതാ തോ ജരൂർ പിതാ ഹി ഫസ്റ്റ് ഹി. പറഞ്ഞു മാതാപിതാവ് ഇത് ഗോഡിന്റെയും, ഗോഡിന്റെ മദർ അല്ല, ഗോഡിന്റെ യുഗള്, അതിന്റെ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ബാബ പറഞ്ഞു അച്ഛനാണ് ആദ്യം. ഭഗവാൻ ഉവാച, ഭഗവാൻ ഉവാച എന്നേ പറയാറുള്ളൂ. ഭഗവാൻ ബൈഡ് പഠാത്തേ ഹേ അവർ സബ് ജഗ് മനുഷ്യക്കോ പഠാത്തേ. ഇവിടെ ഭഗവാൻ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ഭഗവാൻ ബ്രഹ്മാവിൽ വന്ന് പഠിപ്പിക്കുകയാണ്. ലോകത്ത് മനുഷ്യരെ പഠിപ്പിക്കാറ്. യഹം നിരാകാർ ബാബ് തും ആത്മാവം കോ പഠാ രഹാ ഹേ, ഏക വിചിത്ര ബാത്ത് മനുഷ്യ സഹജ സമझ നഹീ സക്തേ. ഇവിടെയാണെങ്കിൽ ബ്രഹ്മബാബ അല്ല പഠിപ്പിക്കുന്നത്. ആണെങ്കിൽ ധാരാളം ഗുരുക്കന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട്, അതിലൊരു ഗുരുവാണ്. പക്ഷെ ഇവിടെ പരമാത്മാവ് നിരാകാര ആത്മാക്കളെ പഠിപ്പിക്കുകയാണ്. ഇത് മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഐസെ കൊയ് ബി നഹീ കഹേംഗെ കി നിരാകാർ പരംപിത പരമാത്മാ ഗോഡ് ഫാദർ ഹംകോ പഠാത്തെ. ഈ ലോകത്ത് ആരും തന്നെ നിരാകാരനായ പരമപിത പരമാത്മാവ് ഗോഡ് ഫാദർ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറയാറില്ല. യഹം തുംകോ പരംപിത പരമാത്മാ പഠാത്തെ. ബാബ പറയാണ് ഇവിടെ നമ്മള് ആദ്യം വിശ്വസിക്കേണ്ടതും ധൈര്യമായിട്ട് പറയേണ്ടത് കാര്യം ഏതാണ്? ഇവിടെ പഠിപ്പിക്കുന്നത് ബ്രഹ്മബാബയല്ല. ബ്രഹ്മബാബ ഞങ്ങൾക്ക് ടീച്ചറല്ല, ഗുരുവല്ല, ദൈവമല്ല. ഞങ്ങൾക്ക് അച്ഛനും ടീച്ചറും ഗുരുവും ശിവബാബയാണ്. ഇവിടെ ശിവബാബയാണ് പഠിപ്പിക്കുന്നത്.
കിസി കി ബി ബുദ്ധിമേം യഹ് ബാത്ത് നഹി ഹോഗി. ഇതൊന്നും ആരുടെയും ബുദ്ധിയിൽ ഉണ്ടാവില്ല. ന പഠനേ വാലോം കി ബുദ്ധിമേ ഹോഗി ന പഠാനേ വാലോം കി ബുദ്ധിമേ ഹോഗി. ലോകത്ത് പഠിക്കുന്നവരുടെ ബുദ്ധിയിൽ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാവില്ല, പഠിപ്പിക്കുന്നവരുടെ ബുദ്ധിയിൽ ഉണ്ടാവില്ല. യഹം തും ജാൻതേ ഹോ ഗോഡ് ഫാദർ ഹംകോ പഠാത്തെ. ഇവിടെ നമുക്കറിയാം ദൈവമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സബി കാ ഫാദർ ഊഞ്ചത്തെ ഊഞ്ച വഹ് ഏക് ഹേ और कोई ഫാദർ നഹി. എല്ലാവരുടെയും അച്ഛൻ, ഉയർന്നതിനും ഉയർന്നത് അതൊരാളാണ്, വേറൊരു ഫാദറും ഇല്ല. ബ്രഹ്മക്കാബി ഫാദർ വഹി ഹെ. ബ്രഹ്മാവിന്റെ അച്ഛനും എന്ന് പറഞ്ഞില്ലേ, ബ്രഹ്മവിഷ്ണു ശങ്കരന്മാരുടെ അച്ഛനും ഞാൻ തന്നെയാണ്. തുംകോ പഠാത്തേ ബി വഹി ഹെ. ബാബ പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അത് ബ്രഹ്മബാബി പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആ ആളാണ്. ബ്രഹ്മ നഹിയും പഠാത്തേ ഹെ. ബ്രഹ്മാവ് പഠിപ്പിക്കുന്നില്ല. നിരാകാർ ബാപ്പ് പഠാത്തേ ഹെ. നിരാകാരനായ അച്ഛനാണ് പഠിപ്പിക്കുന്നത്. ബൽ മനുഷ്യ ജാനത്തെ ഹെ ബ്രഹ്മ സരസ്വതി ആദം അവർ ഇവഹെ. മനുഷ്യര് വിചാരിക്കുന്നത് ബ്രഹ്മാവ് സരസ്വതിയാണ്, ആദം ഇവ അല്ലെ. ബ്രഹ്മാവ് സരസ്വതി ആദം ഇവ. പരന്തു ഉൻസെ ബി ഉഞ്ച് നിരാകാർ. പക്ഷെ ആദത്തെക്കാളും അവയേക്കാളും ഉയർന്നതാരാണ്? അവരുടെ രചയിതാവായ നിരാകാരനായ അല്ലാഹു അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ പരമാത്മാവാണ്. വഹ് തോ ഫിർ ബി സാഗാർ മേ ഹെ. ഇവരെല്ലാം സാഗാരത്തിലാണ്. തും ബച്ചോം കോ യഹ് പദാ ഹെ നിരാകാർ ആകർ പഠാത്തെ ഹെ. കുട്ടികൾക്ക് അറിയാം ഇവിടെ നിരാകാരൻ വന്ന് നമ്മളെ പഠിപ്പിക്കാണ്. തുംകോ നോളജ് ദേനെ വാല വഹി ഗോഡ് ഫാദർ ഹെ. നമുക്ക് അറിവ് നൽകുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത് നിരാകാരനായ ഗോഡ് ഫാദർ, ഈശ്വരനാണ് പഠിപ്പിക്കുന്നത്, മനുഷ്യന്റെ പഠിത്തം അല്ല. കഹത്തെ ഹെ ഗൃഹസ്ഥ വ്യവഹാരമേ രഹുക്കർ തുംകോ നോളജ് പഠിക്കും. ബാബ ഇതാണ് പറയുന്നത്, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്ന് നിങ്ങൾ ഈ അറിവ് പഠിക്കണം. വാസ്തവമേ ഗൃഹസ്ഥ വ്യവഹാരമേ കൊയി പഠിത്തനഹി. യഥാർത്ഥത്തിൽ ആരും അങ്ങനെ കുടുംബജീവിതത്തിൽ പഠിക്കാറില്ല. മുഷ്കിൽ കൊയി സെക്കൻഡ് കോഴ്സ് ഇടാത്തേ പോകും. ചിലര് മാത്രം വളരെ അപൂർവം പേര് ഗൃഹസ്ഥത്തിന് ശേഷം വീണ്ടും എന്തെങ്കിലും കോഴ്സ് പഠിക്കാറുണ്ട്. യഹം തുംകോ പൂരാ നിശ്ചയ ഹേകി ഹംകോ നിരാകാർ പരമാത്മാ പഠാത്തേ ഹി. എന്നാൽ ഇവിടെ നമുക്ക് പൂർണ്ണമായ നിശ്ചയമുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നത് നിരാകാരനായ ആ പരമാത്മാവാണ്. യഹ് സാഗാർ മമ്മ ബാബാബി ഉൻസേ ഹി പഠിത്തേ. സാഗാര ബ്രഹ്മബാബയും അമ്മയും പഠിക്കുന്നത് നിരാകാരിൽ നിന്നാണ് അല്ലെ. ബ്രഹ്മബാബ ഒരിക്കലും മമ്മയെ ഓർമ്മിക്കാനോ അല്ലെ ഇന്നലെ ബാബ എന്താ പറഞ്ഞ ഒരു ഒറ്റ ദേഹധാരികളെ ഓർമ്മിക്കാൻ പാടില്ല. അപ്പൊ മമ്മ ബ്രഹ്മബാബയെ ഓർമ്മിക്കാറുണ്ടോ? ഒരു നിമിഷം ഓർമ്മിച്ചിട്ടുണ്ട്. ബ്രഹ്മബാബ ഒരു നിമിഷമല്ലാതെ ശിവബാബയെ തന്നെ ഓർമ്മിക്കും അല്ലെ. അപ്പൊ അവിടെ ഒരു വിധ വെള്ളം ചേർക്കലും. പിന്നീട് പതുക്കെ പതുക്കെ എന്തുവരും, ഏതൊന്നിനും സംഭവിക്കുന്ന പോലെ ചെറിയ ചെറിയ ലോപങ്ങൾ വരും. പിന്നെ ബ്രഹ്മബാബയുടെ പടം, അമ്മയ്ക്ക് അവിടെ വല്ല കുടീരമുണ്ടോ? അമ്മയുടെ സ്മൃതി മണ്ഡപമൊന്നുമില്ല, അത് അവിടെ ബാബ ഉണ്ടായി. ഇപ്പൊ സ്മൃതി മണ്ഡപങ്ങളൊക്കെ അതൊക്കെ ഡ്രാമ അനുസരിച്ച് വരും. നമ്മൾ അതിനൊന്നും ചോദിക്കൊന്നും വേണ്ട, ചിന്തിക്കുകയും വേണ്ട, ക്യാന്ന് ചോദിക്കണ്ട. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഓർമ്മിക്കേണ്ടത് ഒരേ ഒരു നിരാകാരനെ മാത്രമാണ്. പഠിപ്പിക്കുന്നതും ഒരേ ഒരു നിരാകാരൻ. അതിൽ വെള്ളം ചേർത്താൽ എല്ലാത്തിലും വെള്ളമാകും. യഹ് ബഡി ഗുഹ്യ ബാത്ത്. ഇത് വളരെ ഗുഹ്യമായ കാര്യമാണ്. ജബ് തക്ക് ബാപ്പ് ന ആക്കാർ സമച്ചാവേ തബ് തക്ക് കൊയി സമച്ചിന് സഖ്യ. ഏതുവരെ ബാബ വന്ന് പഠിപ്പിക്കുന്നില്ല, മനസ്സിലാക്കി തരുന്നില്ല, അതുവരെ ആർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകില്ല. तुम बल इन्हें मम्मा कहते हो परंतु जानते हो कि एक ब्रह्मा की അഡോപ്റ്റഡ് ബേട്ടി. നമ്മൾ മമ്മ എന്ന് സരസ്വതിയാണ് വിളിക്കുന്നതെങ്കിലും നമുക്ക് അറിയാം ഇത് ബ്രഹ്മാവിന്റെ ദത്തെടുക്കപ്പെട്ട പുത്രിയാണ്. അഡോപ്റ്റ് തും ബി ഹോ പരന്തു തുംകോ മമ്മ നഹി കഹാ ജാത. നമ്മളും ഇപ്പൊ ജാതിയൊക്കെ ദത്തെടുക്കപ്പെട്ടതാണ്, നമ്മളൊക്കെ ദത്തെടുക്കപ്പെട്ടതാണ്. പക്ഷെ ദാദിയെ നമ്മൾ മമ്മ എന്ന് വിളിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ മമ്മ എന്ന് വിളിക്കില്ല. ഏഹ് ഹേ ദേവി പരിവാർ. ഇതൊരു ദൈവിക പരിവാരമാണ്. മമ്മ ബാബ ദാദ ഭായി ബഹൻ അല്ലെ. മമ്മ ബാബ മുത്തച്ഛൻ ശിവബാബ, നമ്മൾ സഹോദരി സഹോദരന്മാർ. തും ഹോ ബ്രഹ്മകുമാർ കുമാരിയ. നമ്മൾ ആരാണ്? ബ്രഹ്മകുമാർ കുമാരിമാരെ. വഹബി ബ്രഹ്മകുമാരി സരസ്വതി ഹെ. ബ്രഹ്മകുമാരി സരസ്വതിയാണ്, അതും നമ്മുടെ സഹോദരിയാണ്. പരന്തു ഉൻകോ ജഗദംബ കാത്തെ ഹോ ക്യോങ്കി യഹ് ബ്രഹ്മത്വ മേൽ ഹോ ഗയ. പക്ഷെ ജഗദംബ എന്ന് വിളിക്കുന്നു, അതിന് കാരണം ബ്രഹ്മാവ് ശരീരം, ഇഹലോകത്തിൽ ശരീരത്തിന് പ്രാധാന്യമുണ്ട്. ചിലർ പറയും നമ്മളൊക്കെ ആത്മാവല്ലേ. ബാബ ആത്മാവാണ്, അത് സത്യമാണ്, പക്ഷെ പ്രാധാന്യം ശരീരത്തിനുമുണ്ട്. ബാബ മാതാക്കളെ വിളിക്കുന്ന എന്താ? ഈ ആത്മാക്കളെ എന്നല്ല, ഈ ആത്മാക്കളെന്ന് ജനറൽ ആയിട്ട് വിളിക്കുള്ളൂ, ഈ മാതാക്കളെ എന്ന് വിളിക്കും. പേര് ചൊല്ലി വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. ജഗദീഷ് ഭായി വിളിക്കണമെങ്കിൽ ആത്മാവെന്ന് വിളിച്ചാൽ ഏത് ആത്മാവെന്ന് ആർക്കും പിടി കിട്ടത്തില്ല അല്ലെ. അപ്പൊ ഇഹലോകത്തിൽ നാമരൂപങ്ങൾ ഉണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകണമെങ്കിലും പൂർണ്ണമായിട്ട് അതിനെ റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല. മമ്മാക്കോ ഹി ഇൻ ദ്വാര ശിവബാബ നെ രചാഹി. മമ്മയെ ശിവബാബ ബ്രഹ്മാവിലൂടെ രചിച്ചതാണ്. പരന്തു കായദേ മുസീബ് മാതാ ചാഹിയെ ഇസ്ലിയെ എനിക്കോ നിമിത്തം. പക്ഷെ ലോകഹിതം അനുസരിച്ച് അല്ലെങ്കിൽ ലോക നിയമം അനുസരിച്ച് ഒരു മമ്മ വേണം. അതുകൊണ്ട് ജഗദംബ സരസ്വതിയെ അതിന് നിമിത്തമാക്കി. ഏത് ബെഡി രമണീക ബാത്തേഹി. ഇത് വളരെ രമണീകമായ കാര്യമാണ്.
നയ കൊയ് സമച്ചിനെ സകൻ പുതിയ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? നമുക്ക് മനസ്സിലായാൽ നമ്മുടെ ഭാഗ്യം, പെട്ടെന്നൊന്നും ഇത് മനസ്സിലാവില്ല. ജബ് തക്ക് ഉൻകോ ബാപ്പ് അവർ രചന കാ പരിചയ നഹി ഹെ തബ് തക്ക് ബഡാ മുഷ്കിൽ സമझते हैं. ഏതുവരെ ബാബയെയും രചനയുടെയും പരിചയം കിട്ടുന്നില്ല അതുവരെ ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ? നമ്മൾ ജ്ഞാനത്തിൽ വരുമ്പോൾ ഇതാണ് നമ്മുടെ അമ്മ, ഇത് നാരായണനാന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഇതങ്ങനെ നാരായണനാവും, ഇതങ്ങനെ ബ്രഹ്മാവാകും, ഇതങ്ങനെ അമ്മയാവും, ഇതൊരു പുരുഷനല്ലേ. അപ്പൊ അവര് പെട്ടെന്ന് പറയുന്നത് ഇതൊക്കെ എന്തോ കുഴപ്പമൊന്നും അല്ലെ? എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞ ധാരാളം വട്ട് കേസുകളിലോ അതിലൊരു വട്ടാണ് ഈ ബ്രഹ്മകുമാരി, അതിലൊരു വട്ടാണ്, ധാരാളം വട്ടുകളൊക്കെ അത് പെട്ടെന്ന് അങ്ങനെ തോന്നുള്ളൂ. അപ്പൊ ബാബ പറഞ്ഞു അതിന് സമയം പിടിക്കും, ഇതിലേക്ക് കേട്ട് പതുക്കെ പതുക്കെ തലയിലെടുത്തുണ്ടെങ്കിൽ മനസ്സിലാവും. കിസ്കോ സമച്ചാബി നഹിയ സകെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാനും പറ്റില്ല. വേദശാസ്ത്രാദി പഠന ഡോക്ടറി പഠന യഹസഭ്യ മനുഷ്യവും പഠായി വേദശാസ്ത്രങ്ങൾ പഠിക്കുക, ഡോക്ടറിനെ പഠിക്കുക, ഇതെല്ലാം മനുഷ്യരുടെ പഠിത്തമാണ്. മനുഷ്യക്കോ പഠാത്തേ ഹെ ഐസെ കബി കൊയ് നഹീ കഹത്താ മേം ആത്മാവും കോ പഠാത്ത. മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്ത് ആരും തന്നെ ഞാൻ ആത്മാവിനെ പഠിപ്പിക്കാന്ന് പറയുന്നത് ഒരു ആചാര്യന്മാരും പോലും, ഇത്രയും ആത്മീയതയുള്ള നാട്ടിലെ ഒരു ആചാര്യന്മാരും പോലും ഇങ്ങനെ പഠിപ്പിക്കാറില്ല. ഞാനൊരു ആത്മാവ് നിങ്ങൾ ആത്മാക്കളെ പഠിപ്പിക്കുകയാണ് എന്ന് പറയാറില്ല. അതിന് ബാപ്പ മിനിങ്ങാതെ കഴിഞ്ഞ് പറഞ്ഞ കാര്യം എന്താ? അങ്ങനെ പറഞ്ഞാൽ അവരുടെ പണി തീരും, അവരുടെ ഫോളോവേഴ്സൊക്കെ വേറെ പണിക്ക് പോകും. അതുകൊണ്ട് അവർ അറിഞ്ഞാൽ പോലും അറിയത്തില്ല. യഹം തുംകോ ദേഹാഭിമാനസെ നികാൽ ദേഹി അഭിമാനി ബനാത്തെ. ഇവിടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ദേഹാഭിമാനം ഇല്ലാതെയാക്കി നമ്മളെ ദേഹി അഭിമാനി, ഞാൻ എന്ന് പറയുന്നത് ആത്മാവ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ജ്ഞാനമാർഗത്തിൽ മനുഷ്യാണ് സഹസ്രേഷ്. ആയിരക്കണക്കിന് ഭക്തർ കേൾക്കുകയാണെങ്കിൽ കുറച്ചുപേര് ഈ ജ്ഞാനമാർഗത്തിലേക്ക് തിരിയുള്ളൂ. കാരണം ഇവിടെ ദേഹി അഭിമാനിയാണ്. ദേഹാഭിമാനിയെ പഹല നമ്പർ വികാരം, ആദ്യത്തെ വികാരം അല്ലെങ്കിൽ മനസ്സിന്റെ വ്യതിചലനം എന്താണ്? ദേഹ അഭിമാനം. ഞാൻ ദേഹമാണ്. ദ്വാപരത്തിൽ ഒരു ഇത് വന്നു, ഞാൻ ദേഹമാണ്. അത് 2 യുഗത്തിൽ ഓടി, ഞാൻ മാറ്റിയെടുക്കുക. അവർ അത് പണിയുള്ള പണിയാണ്. ദേഹി അഭിമാനി കൊയ്ബി നഹിഹെ, ഈ ലോകത്ത് ആരും ദേഹി അഭിമാനികളല്ല. ജനത്തേഹെ അമ്മ ആത്മാവ് ശരീരം ദോ ചീസേഹെ, ആത്മാവും ശരീരവും 2 സാധനങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. ആത്മാവുണ്ടെന്നും ഞാൻ എന്ന് പറയുന്ന സത്ത് ആത്മാവാണെന്നും അറിയാം. പക്ഷെ അഭിമാനി ആകാൻ പാടാണ്. പരന്തു ആത്മാ കഹം സ്യാത്തി ഉൻകാ ബാപ്പ് കോൻ ഹെ യഹി നഹീ ജാനത്തെ. ആത്മാവാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം വരാണ്, അപ്പോൾ ഈ ആത്മാക്കൾ എവിടെ നിന്ന് വന്നു? ഈ ആത്മാവിന് ഒരു അച്ഛനുണ്ടോ? ആർക്കും അറിയില്ല. യഹ് ഹെ നയി ബാത്തെ നോ വേൾഡ് കെലി. ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്. പുതിയ ലോകം സ്ഥാപിക്കാൻ വേണ്ടി പുതിയ ഒരാൾ പരമാത്മാവ് വന്ന് പുതിയൊരു രീതിയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ന്യൂ ദൽഹി കഹത്തെ ഹെ പരന്തു ന്യൂ വേൾഡ് में इनका नाम दल्ही नहीं होता, उसे परिस्थान कहा जाता है. ന്യൂ ഡൽഹി എന്ന് പറയാറുണ്ട്. ബാബ പറയണു ന്യൂ വേൾഡിലെ ഈ ഡൽഹിയുടെ പേര് പരിസ്ഥാനം, ദേവസ്ഥാനം എന്നായിരിക്കും. പഹലെ ഏത് നിശ്ചയം ഹോനാ ചാഹിയേക്ക് ഹം ഈശ്വരീയ ഔലാദ് ഹെ. ആദ്യം നമുക്ക് എന്ത് നിശ്ചയം വരണം? നമ്മൾ ഈശ്വരന്റെ മക്കളാണ്, ഈശ്വരന്റെ കുട്ടികളാണെന്നുള്ള നിശ്ചയം വരണം. ദൈവി ഔലാദ് അവർ ആസുരീയ ഔലാദുമേ രാത് ദിൻകാ ഫർഖ്. ഇത് ദൈവിക സമ്പ്രദായമാണ്. ലോകം മുഴുവൻ ആസുരീയ സമ്പ്രദായത്തിലാണ്. പകൽ വ്യത്യാസം. നമ്മൾ പറയാറില്ല ഏതാണ്ട് ഇതുപോലെയാണ് അവരും പറയുന്നത്. അവർ ഇതുപോലെ പറയുന്നത് അത് നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട് തോന്നുന്നില്ല. ആത്മാവ് പരമാത്മാവെന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ അതിനെ കുറിച്ചൊന്നും ആർക്കും അറിയാൻ പാടില്ല. വഹി ഭ്രഷ്ടാചാരി തുംഹോ ശ്രേഷ്ഠ. ബാബ പറഞ്ഞു അവര് ഭ്രഷ്ടാചാരികളാണ്, ബാബയുടെ കുട്ടികൾ ശ്രേഷ്ഠാചാരികളാണ്. ഗാത്തെ ബി ഹേ പതിത് പാവൻ ആവോ ആക്കർ ശ്രേഷ്ഠാചാരി ബനാവും. ഭക്തരും പാടുന്നത് എന്താണ്? ഹേ പതിത പാവന വരൂ, വന്ന് ഞങ്ങളെ ശ്രേഷ്ഠാചാരികളാക്കൂ. ഗുരു നാനാക്കിനെ ബി കഹാ ഹേ ഭഗവാൻ ആക്കർ മൂത്ത് പലീത്തി കപ്പടെ കോത്തേ ഹേ. ഈ ഗുരുനാനാക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ വന്ന് മലമൂത്രം നിറഞ്ഞ വസ്ത്രത്തെ അലക്കും. അതായത് നമ്മുടെ മനസ്സ് മലമൂത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, അതിനൊന്ന് അലക്കിയെടുക്കും. തും അബേഹി പൂജാരി കൈസെ ബനത്തെ ഹോ ഏക സബ് സമച്ചിനെ കി രാസഹി. നമ്മൾ തന്നെ എങ്ങനെ പൂജ്യരായി, നമ്മൾ തന്നെ എങ്ങനെ പൂജാരികളായി, ഇതെല്ലാം മനസ്സിലാക്കേണ്ട രഹസ്യങ്ങളാണ്. സദാ പൂജ്യ ഏക പരംപിത പരമാത്മാഹി. സദാ പൂജ്യനായിരിക്കുന്നത്, സമ്പൂർണനായിരിക്കുന്നത്, പരിപൂർണം. അങ്ങയുടെ നിങ്ങളുടെ പിതാവ് സ്വർഗത്തിൽ വസിക്കുന്ന പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണമാകണം എന്നൊക്കെ പറയുന്നത്, പരിപൂർണ പൂജ്യനായിരിക്കുന്നത് പരമാത്മാവാണ്. ഉൻസെ പൂജ്യ ബനായ ലക്ഷ്മി നാരായണക്കോ, ആ പരമാത്മാവാണ് ലക്ഷ്മി നാരായണ പൂജ്യരാക്കിയത്. ഉസ്നെ ഭി പഹലെ മാതാപിതാക്കോ ബനായ മമ്മ ബാബാക്കോ എഡപ്റ്റിക്ക്. അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? മാതാപിതാവിനെ ഉണ്ടാക്കി, അമ്മയെയും ബാബയെയും ആദ്യം ദത്തെടുത്തു. പതിതുക്കോ പാവൻ ബനാത്തെ. എന്തിനു വേണ്ടിയാണ്? പതിതനെ അല്ലെങ്കിൽ നരനെ നാരായണനാക്കണം, പാവനമാക്കുന്നതിന് വേണ്ടി അവരെ സത്യത്തിന് മുമ്പുള്ള കലിയുഗത്തിന്റെ അവസാനത്തിൽ അവതരിച്ച് പഠിപ്പിച്ച് മാറ്റിയെടുത്തു. आते ही है पतित दुनिया में पावन बनाने, इसलिए ब्रह्मा का चित्र ऊपर में दिया है.
പതിത ലോകത്തിൽ പാവനമാക്കാൻ വേണ്ടി ബാബ വരുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ ചിത്രം ആ വൃക്ഷത്തില് മുകളിൽ കാണിച്ചിട്ടുണ്ട്. പതിതക്കോ ഇടപെട്ടാൽ താഴെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതിതരെയാണ് ദത്തെടുക്കുന്നത് അല്ലെ, പതിതരെയാണ് പാവനമാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പതിതരാണ് അല്ലെ. ഇന്നലെ ബാബ എന്താ പറഞ്ഞ, ഏഴകളിലും 21 ജന്മത്തേക്കുള്ള സമ്പത്ത് എടുക്കും. അത്രയും ദരിദ്രരാണ്. ബ്രഹ്മ സരസ്വതി और बच्चों के नाम बदली होते हैं. ബാബ എന്നിട്ട് പേര് മാറ്റി, ബ്രഹ്മാവിന്റെ പേര് മാറ്റി, സരസ്വതിയുടെ പേര് മാറ്റി, ആ കാലഘട്ടത്തിൽ വന്ന കുട്ടികളുടെ ഒക്കെ പേര് മാറ്റി. തും ജാനത്തെ ഹോ ബ്രഹ്മകുമാർ കുമാരിയാം ദേവി ദേവത ബനനെ കെ ലിയെ രാജയോഗ സീഖ് രഹേ ഹെ. നമുക്കറിയാം ബ്രഹ്മകുമാർ കുമാരിമാരെ ദേവി ദേവതകളാകുന്നതിന് വേണ്ടി രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഹേ ഈശ്വരീയ സന്താൻ അഥവാ സിജര, ഇത് ഈശ്വരന്റെ ശാഖ അല്ലെങ്കിൽ ഈശ്വരീയ സന്താനങ്ങളാണ്. ഏക ബീജസെ യഹ സിജര നികല, ഒരു വിത്തിൽ നിന്നാണ് ഈ കൊമ്പ് മുളച്ചത്. വഹ്ഹെ ആത്മാവും കി സിജര, അവിടെ ആത്മാക്കളുടെ ശാഖകളാണ്. യഹ്ഹെ മനുഷ്യവും കി സിജര, ഇത് മനുഷ്യരുടെ, അതായത് ആത്മാവ് ദേഹത്തിൽ വന്ന് കർമ്മം ചെയ്യുമ്പോഴാണ്. ഇഹലോകത്താണ് എല്ലാം. ഈ ജ്ഞാനം, അറിവ് മുഴുവൻ ഇഹലോകത്തിലാണ്. ഒരു അറിവും പരലോകത്തിലില്ല. പരലോകത്തെ കുറിച്ചുള്ള ഒരൊറ്റ അറിവാണ്. ഇലകളെ കുറിച്ചോ ശരീരത്തെ കുറിച്ചോ വാഹനത്തെ കുറിച്ചോ വാസ്തുശാസ്ത്രമോ വീട് വയ്ക്കുന്ന ശാസ്ത്രമോ ഏത് ശാസ്ത്രമായിക്കോട്ടെ, അറിവ് മുഴുവൻ ഇഹലോകത്തിൽ. അതുകൊണ്ടാണ് ഇഹലോകത്തിൽ എന്ന് പറയുന്നത്. ഇഹലോകത്തിലെ അറിവ് നേടിക്കോളണം. ഇഹലോകത്തിനൊരു പേരുണ്ട്, അപരാപ്രകൃതി. ആ അറിവിന് പറയുന്നതാണ് അപരാവിദ്യ. പരാപ്രകൃതി, പരാവിദ്യ. പരാവിദ്യ ശ്രേഷ്ഠമാണ്, പക്ഷെ വിദ്യകൾ മുഴുവൻ ഇഹലോകത്താണ്. പരലോകത്ത് ഒരു വിദ്യയില്ല. പരാവിദ്യ പോലും ഇഹലോകത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഭാരതം എന്ന് പറയും, ഏറ്റവും പ്രാധാന്യം വിദ്യക്ക് കൊടുക്കണം. വിദ്യ വിൽക്കാൻ പാടില്ല. പിന്നെ ഒരു സാധനം വിൽക്കാൻ പാടില്ല, വൈദ്യവും വിൽക്കും. വൈദ്യം ശരീരത്തിന്റെ രോഗം കൊണ്ടാണ്, അത് ചൂഷണം ചെയ്യരുത്. വിദ്യ ആത്മാവിന് കൊടുക്കേണ്ട സാധനം. അതുകൊണ്ടാണ് ബാബു പറഞ്ഞ ഒരു കാരണവശാലും പൈസ വാങ്ങും. ഈ ജ്ഞാനം കൊടുത്ത് പൈസ വാങ്ങും, ജ്ഞാനത്തിന് വേണ്ടി പൈസ വാങ്ങും. രുദ്രമാലാഭി ആത്മാവും സിജരാഹി, രുദ്രമാല ആത്മാക്കളുടെ വൃക്ഷമാണ്. മനുഷ്യം കാ സിജര കോൻസാ ടഹര, പിന്നെ മനുഷ്യരുടെ വൃക്ഷം അതേതാണ്? ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഏഹു ഹുയി രചയിത और रचना की नॉलेज जो तुम बच्चे ही सुनते हो. ഇവിടെ ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രം അങ്ങനെ 4 ഇതിലായിട്ട് വൃക്ഷം നിൽക്കാണ്. ഈ രചയിതാവിനെ കുറിച്ചും രചനയെ കുറിച്ചുള്ള അറിവ് ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ലോകത്ത് ആർക്കും തന്നെ അത് കേൾക്കുക. അതാണ് ബാബ പറയുന്നത്, നമ്മളാരാണ് ഏറ്റവും ഭാഗ്യശാലികളാണ്. ഈ അറിവ് ലോകത്തില്ല. परंतु नंबरवार धारणा होने के कारण राजा रानी भी बनते हैं तो प्रजा भी बनते हैं. പക്ഷെ ഈ ജ്ഞാനം നമ്പർവാർ ധാരണ ചെയ്യുന്നത് കൊണ്ട് രാജാവും റാണിയുമാകും, പ്രജകളുമായി മാറും. പുരുഷാർത്ഥ കർണാ ചാഹിയെ കി മമ്മ ബാബ കോ ഫോളോ കരേം ബഹൂത്ത് മീഠാ ബനെ. പുരുഷാർത്ഥം ചെയ്യേണ്ടതിനാണ് മമ്മയെയും ബാബയെയും ഫോളോ ചെയ്ത് വളരെ മധുരമാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ മെനിങ്ങാന്ന് ബാബ എന്താ പറഞ്ഞത്? തലയിലെഴുത്തിലുള്ളത് എനിക്ക് കിട്ടും, അവർ കാശിനും ഇല്ലാത്തവരാണ് അല്ലെ. തലയിലെഴുത്ത് മാറ്റാൻ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്റെ തലയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ആയിക്കോളാം. ബാബ പറഞ്ഞു അതല്ല, തലയിലെഴുത്ത് മാറ്റാൻ ഞാൻ പഠിപ്പിക്കും, പരിശ്രമിക്കണം, പരിശ്രമിച്ച് നേടിയെടുക്കാനും ബാബ പറയും. മമ്മ ബാബാക്കോ ഫോളോ കരെ, മമ്മയും ബാബയും ഫോളോ ചെയ്യണം. മമ്മ മീട്ടി ഹെ ഇസ്ലിയെ സബ് യാദ് കർത്തെ, മമ്മ വളരെ മധുരമായതുകൊണ്ടാണ് മമ്മയെ ഓർമ്മിക്കുന്നത്. ഇസ് മമ്മ ബാബ അവർ തും ബച്ചോം കോ മീഠാ ബനാനെ വാല ശിവ് ബാബ. പക്ഷെ മമ്മയെയും ബാബയെയും നമ്മൾ കുട്ടികളെയും മധുരമാക്കുന്നത് ആരാണ്? മധുരത്തിലും മധുരമായ ശിവബാബയാണ്. മമ്മ ബാബ അവർ ബച്ചെ ജോ അച്ഛി രീതി പഠിത്തേ ഉൽക്കാ സിജര. മമ്മയും ബാബയും നല്ല രീതിയിൽ പഠിക്കുന്നവരുടെയാണ് ആ ശാഖകൾ. ബഹുത്ത് മീറ്റേ ഹോനാ ചാഹി. ബാബ പറയണം ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ബാഹ്യ ലക്ഷണമാണ് അതീവ മധുരമായിരിക്കും. ആത്മാവാകുന്ന മുട്ടായി രുചിക്കണം. ആ മുട്ടായി രുചിക്കുകയാണെങ്കിൽ ബാബ പറയാണ് അതീവ മധുരമുള്ളവരായിട്ട് നമ്മൾ മാറിക്കോളും. സരസ്വതി കോ ബാഞ്ചോ ദിയാഹി ഫിർ കൃഷ്ണ കോ മുരളി ദേ ദി. സരസ്വതിയുടെ കയ്യിൽ വീണ കാണിച്ചു, കൃഷ്ണനാണെങ്കിൽ മുരളി കൊടുത്തു. സിർഫ് നാം ബദൽ ദിയാ, അവർ വെറുതെ പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ബാബ കാത്തെ അച്ഛി രീതി പഠിക്കും. ബാബ പറഞ്ഞു ഈ വീണയും ഈ മുരളി ഒന്ന് തന്നെയാണ്, നല്ല രീതിയിൽ പഠിക്കും. ജയ്സെ സ്റ്റുഡന്റ് പഠിത്തേക്ക് തോ ഉനकी ബുദ്ധി में सारी हिस्ट्री ज्योग्राफी होती है. പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് തലയിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ഉണ്ടാവും. മുഹമ്മദ് ഗസ്നി കബ് ആയ കൈസെ ലൂട്ട് കർക്കെ ഗയ മുസൽമാനോനെ ഫലാനി ജഗ ലഡായിക്ക്. ഭാവിക്ക് അതൊക്കെ ബ്രഹ്മബാബു പറയുന്നത്. ഭാവിക്ക് മുസ്ലിങ്ങളോട് ഇത്തിരി പ്രയാസമുണ്ട്, കുറെ വേദന അനുഭവിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഗസ്നി എപ്പോ വന്നു, എങ്ങനെ കൊള്ളയടിച്ചു, ഈ മുസ്ലിങ്ങള് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ യുദ്ധം നടത്തി, ഇസ്ലാമി ബൗദ്ധിക് ജോബി ആയേ ഉനकी ഹിസ്റ്ററി സബ് ജാനത്തെ. മുസ്ലിങ്ങളും ബൗദ്ധരൊക്കെ എങ്ങനെ വന്നു, ഇതിനൊക്കെ ഹിസ്റ്ററി കുട്ടികൾ പഠിക്കുന്നുണ്ട്. പരന്തു ബേഹത്ത് ഹിസ്റ്ററി ജോഗ്രഫി കൊയ് നഹീ ജാനത്തെ. പക്ഷെ ഈ പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫി, അങ്ങനെ പരിധിയില്ലാത്ത ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറയാൻ കാരണം എന്താ? പരിധിയില്ലാത്ത ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറയാൻ കാരണം
ദ്വാപരം മുതലുള്ള രാജാക്കന്മാരുടെ ഹിസ്റ്ററി കുട്ടികൾ പഠിക്കുന്നു. നമ്മൾ ദ്വാപരത്തിന് മുമ്പുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് പഠിക്കുകയാണ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ കാര്യമാണ് പഠിക്കുന്നത്. ആണ് ബാബ പറയണം, ഇതാണ് പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും. നയി ദുനിയാ സോഫർ പുരാനി കൈസെ ബനതി ഡ്രാമ കഹംസെ ശുരു ഹോത്താ ഹെ മൂലവദൻ സൂക്ഷ്മവദൻ ഫിർ സ്ഥൂലവദൻ ഫിർ യഹം യഹ് ചക്ര കൈസെ ഫിർതാ രഹത യഹ് പടായി തും ബച്ചെ അഭി പഠ രഹേ ഹോ. ആ പുതിയ ലോകം എങ്ങനെ പഴയ ലോകമായി, ഡ്രാമ എവിടെ നിന്നാണ് ആരംഭിച്ചത്, മൂലവദനം, സൂക്ഷ്മവദനം, സ്ഥൂലവദനം, പിന്നെ ഈ ഇഹലോകത്തിൽ ഈ ചക്രം എങ്ങനെ തിരിയുന്നു, ഈ പഠിത്തം, ഈ പരിധിയില്ലാത്ത പഠിത്തമാണ് ഇപ്പോൾ ബാബയുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, നാഗരിക പഠിക്കാനോ ഉറങ്ങാണ്? പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, പഠിക്കാണ് നമ്മൾ. ബാബ പറയുന്നത് ഇതിനെ ആവർത്തിച്ച് പഠിക്കുന്ന കാര്യം സിമ്പിൾ ആണ്, പക്ഷെ മനസ്സിൽ ഉറക്കില്ല. മനസ്സിൽ ഉറച്ചാൽ തെളിവ് എന്താണ്? മനസ്സിൽ ഉറച്ചാൽ ഇതേ പറയൂ. രുചി ഉണ്ടെങ്കിൽ നമ്മൾ ഇതേ പറയും. നമ്മൾ പോരുന്ന വഴിക്ക് അവിടെ ഒരു മാജിയെ കാണാനില്ല, അവരവിടെയാണ്, ബ്രഹ്മകുമാരി പോയി മറ്റാണ് പഠിച്ചത്, ഭയങ്കര സംഭവം. നമ്മൾ 100 പേരോട് പറഞ്ഞുകൊണ്ടുണ്ടാവും. ഇത് ഹിസ്റ്ററിയും ജോഗ്രഫിയും സത്യവും ത്രേതായുഗമോ? ത്രേതായുഗം. അപ്പൊ അതിന് രുചി വരുന്നില്ല. അപ്പൊ ബാബ പറഞ്ഞ അത് കേട്ട് 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 രുചി വരുന്നത്. അപ്പൊ ബാബ പറയാണ്, ഇതാണ് പഠിക്കുന്നത്. മൂലവദന്മയും ആത്മാവും കാ നിവാസ്ഥാനഹി. മൂലവദനത്തിൽ ആത്മാക്കളുടെ നിവാസസ്ഥാനം. സൂക്ഷ്മവദനമേ ബ്രഹ്മ വിഷ്ണു ശങ്കർ. അതിന് താഴെ സൂക്ഷ്മ ലോകത്തിൽ ബ്രഹ്മ വിഷ്ണു ശങ്കർ. ജോ ആത്മായും പകലെ പാവൻ തി വേ ഫിർ പതിത് കൈസെ ബനി ഫിർ പാവൻ കൈസെ ബനേങ്കി ഏക സബ് സമഛായ ജാതാണ്. ഈ ആദ്യം വന്ന ആത്മാക്കൾ എങ്ങനെ പവിത്രമായിരുന്നു, അവരെങ്ങനെ പതിതമായി, അവർ വീണ്ടും എങ്ങനെ പാവനമാകും, ഈ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. സൂക്ഷ്മവദനവാസി ബ്രഹ്മാക്കോ പ്രജാപിതാ നഹിയും കഹിക്ക്. സൂക്ഷ്മവദനവാസിയായ ബ്രഹ്മാവിനെ പ്രജാപിതാവ് എന്ന് വിളിക്കില്ല. പ്രജാപിതാത്തോ യഹാഹി. ബാബ പറഞ്ഞു, സൃഷ്ടികർമ്മം നടക്കേണ്ടത് ഭൂമിയിലാണ്, എല്ലാം നടക്കുന്നത്. ഭഗവാൻ പോലും ഭൂമിയിലാണ് വരുന്നത്, ഇല്ല അവിടെ ഇരുന്ന് പഠിപ്പിക്കല്ല. അതുകൊണ്ട് ബാബ പറഞ്ഞു, ബ്രഹ്മാവ് ഇവിടെയാണ്. തുമക്കോ സാക്ഷാത്കാർ ഹോത്താ ഹി ജബ് യഹ് വ്യക്ത ബ്രഹ്മ പവിത്ര ഹോ ജാത്തേ ഹി തോ വഹം സമ്പൂർണ്ണ അവ്യക്ത രൂപ ദിഖായി ദേത്താ. ബാബ നമുക്ക് സാക്ഷാത്കാരം നൽകിയത് എന്തിനാണ്? ഈ വ്യക്ത ബ്രഹ്മാവ് സമ്പൂർണമാവുക. സമ്പൂർണമാകുക എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷാർത്ഥം ചെയ്ത് സമ്പൂർണമാകാൻ വെച്ചാൽ സമ്പൂർണ്ണ ദേഹിയാഭിമാനം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം 5 ഇന്ദ്രിയങ്ങളെയും ജയിച്ചു. അപ്പൊ ശബ്ദത്തിന് അപ്പുറമുള്ള ലോകത്തിലേക്ക് കടത്തിവിടും. പിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത് ഭൂമിയിൽ ബാക്കി പണിയുണ്ട്. പൂർണ്ണമായി ഇവിടെ രചന പൂർത്തിയാകാണ്ട് പോകാൻ പറ്റും. അത് കഴിയുമ്പോൾ മൂലവദനത്തിലേക്ക് കടത്തിവിടും. ഇപ്പോൾ മൂലവദനത്തിലേക്ക് കടത്തി. അതുകൊണ്ട് ബാബറിനെ ഏത് സന്യാസി എവിടെ വന്നു എന്ന് പറഞ്ഞാലും, ആര് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു എന്ന് പറഞ്ഞാലും ആരും പോയിട്ടില്ല. അവസാനം ഞാൻ വന്നിട്ട് എല്ലാവരും കൊണ്ടുള്ളൂ. ആദ്യം വന്ന ആത്മാവ് ഏതാണ്? കൃഷ്ണന്റെ ആത്മാവാണ്. ഈ ആത്മാവിനെ ആദ്യം പോകാൻ പറ്റും. അവർ ബാക്കി എല്ലാവരോടും തങ്ങി അതിന് ആദ്യം വരും. പിന്നെ വന്നത് നമ്മൾ ദേവതാത്മാക്കളാണ്. നമ്മൾ പോകാൻ റെഡി ആയിട്ടില്ല. നമ്മളും ഡിറ്റാച്ച്ഡായി ഈ ശരീരത്തെയും പഞ്ചതത്വങ്ങളെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടേക്ക് പോകും. നമ്മളുടെ പിറകു മാത്രമേ ഓർഡർ അനുസരിച്ച് പോകാം. ആർക്കും അങ്ങനെ ഇടയ്ക്ക് എല്ലാത്തിനും ഒരു കയ്യും കണക്കൊക്കെ. ബാബ പറയാണ്, ജയ്സെ സഫേദ് ലൈറ്റ് കാ സൂക്ഷ്മരൂപ ഹോത്താഹി. ആ വെള്ളപ്രകാശത്തിന്റെ സൂക്ഷ്മരൂപം കാണാറുണ്ട്. വാർത്താലാപി മൂവീസെ മൂവിമേൻ ചലത്തി. അവിടെ സംസാരവും ഒരു മൂവി ഭാഷയിലാണ്. സൂക്ഷ്മോദൻ ക്യാ ഹെ വഹം കോൻ ജാ സക്തേ ഹെ യഹ് തും ജാനത്തെ ഹോ. സൂക്ഷ്മോദനം എന്താണ്, അവിടെ ആർക്ക് പോകാൻ പറ്റും, അത് നമുക്കറിയാം. വഹം മമ്മ ബാബാക്കു തും ദേഖത്തെ ഹോ. അവിടെ മമ്മയെയും ബാബയെയും കുട്ടികൾ കാണും. वहम देवदायम भी आते हैं महफिल मनाने, क्योंकि देवदायम पतित दुनिया में तो पाव रख नहीं सकते, इसलिए सूक्ष्मोदन में मिलते हैं. അവിടെ ദേവതകളും വരാറുണ്ട്. അതായത് അവിടെ അതൊരു ഡ്രാമയിലെ സാക്ഷ്യകാരമാണ്. എന്തുകൊണ്ടാൽ ദേവതകൾക്ക് ഈ പതിത ലോകത്ത് കാലുകുത്താൻ പറ്റില്ല. വഹ ഹുവ പിയർ ഘർ അവർ സസുരാൽ ഘർ വാലോം കാ മിലൻ. അവിടെ അപ്പോൾ അമ്മായിച്ചന്റെ വീട്ടിലും അച്ഛന്റെ വീട്ടിലുള്ളവരും കൂടി ഒരു കൂടിച്ചേർച്ച നടക്കുന്നുണ്ട്. നഹിം തത്വം ബ്രാഹ്മണ അവർ ദേവതായും കൈസിമിലി. അല്ലെ, അച്ഛന്റെ വീട് ഇതാണ്, അമ്മായിച്ചന്റെ വീട് വിഷ്ണുവിലെ ദേവതകളാണ്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെ കാണും? तो यह मिलने की युक्ति है, सम्मुख साक्षात्कार करना भी बुद्धि से जानना. ഇതെല്ലാം കാണാനുള്ള ഒരു യുക്തിയാണ്. സമൂഹത്തിൽ സാക്ഷാത്കാരം ചെയ്യുക, അതെല്ലാം ബുദ്ധി കൊണ്ട് നമ്മൾ അറിയണം. യഹ്ഹെ ഡ്രാമാക്കിയെന്ന്. ഇതൊക്കെ നടക്കുന്നത് ഡ്രാമ പ്ലാൻ അനുസരിച്ച് തന്നെയാണ്. ജയ്സെ മീരാക്കോ ഘർ ബൈഡ് വൈകുണ്ഠ കാ സാക്ഷാത്കാർ ഹോത്താ ഥ ഡാൻസ് കർത്തി ഥി. മീരയ്ക്ക് വീട്ടിലിരിക്കെ തന്നെ വൈകുണ്ഠത്തിന്റെ സാക്ഷാത്കാരം, കൃഷ്ണന്റെ സാക്ഷാത്കാരം ഒക്കെ കിട്ടിയപ്പോൾ സാക്ഷാൽ അനുഭവമായിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ചുരുമേൻ തുമ്നെ ബി ബഹുത് സാക്ഷാത്കാർ കിയ. യജ്ഞത്തിന്റെ ആരംഭത്തിൽ നമുക്ക് ധാരാളം സാക്ഷാത്കാരം നൽകി. രാജധാനി കൈസെ ചലത്തി ഹെ രസം പരിവാസ് സബ് കുछ ബതാത്തെ. രാജധാനി എങ്ങനെയാണ് നടക്കുന്നത്, അവിടുത്തെ ആചാരങ്ങൾ, രീതികൾ എന്തൊക്കെയാണ്, എല്ലാം പറഞ്ഞിരുന്നു. ഒരു സമയത്ത് തും ധോടേത്തെ. ആ സമയത്ത് ബാബ പറയാണ്, നിങ്ങൾ വളരെ കുറച്ചു പേരെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ദൂസരെ സബ പിച്ചാടിമേൻ ദേഹി.
ഇനി ഇടയ്ക്ക് വന്നവരോ ബാബർനാഥ് അവസാനം വിനാശ സമയത്ത് ഇതേപോലെ തന്നെ സാക്ഷാത്കാരത്തിന്റെ ലീല നടക്കും. എന്തുകൊണ്ടെന്നാൽ വിനാശലീല കാണാൻ പറ്റും. യജ്ഞത്തിന്റെ തുടക്കത്തിൽ കടുത്ത എതിർപ്പായിരുന്നു. അപ്പൊ ബാബ എന്ത് ചെയ്തു? സാക്ഷാത്കാരം കാണിച്ച് അവിടെ ഇരിക്കും. അപ്പൊ അത് കണ്ട് അങ്ങനെ ആനന്ദിച്ചിരിക്കും. ആരെന്ത് പറഞ്ഞാൽ എന്താ, ചെയ്താലെന്ത്, തീ വെച്ചാലെന്ത്, എന്താ തീ വയ്ക്കുക, എന്ത് വേണേലും ചെയ്യട്ടെ, അത് സാക്ഷാത്കാരത്തിലാണ്. അവസാനം ഇത് തന്നെ വരും. അപ്പോ ബാബ പറയാണ്, ജ്ഞാനത്തിൽ പാകത വന്നവർക്ക് ഡ്രാമ പ്ലാൻ അനുസരിച്ച് സാക്ഷാത്കാരത്തിൽ ബാബ രമിപ്പിക്കും. അപ്പൊ വിനാശത്തിന്റെ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടവരെ, അല്ലെങ്കിൽ വിനാശത്തിന്റെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കാൻ പറ്റും. വിനാശം ബാബറില്ലേ, മാസിക് ഘർണഹി, അതും കാണാനും കേൾക്കാനും പറ്റില്ല. ബാബർ ഞാൻ നിങ്ങളെ മയക്കിടും. മനുഷ്യോമെന്തോ ഹായ് ദോഷം അജിത്താര്. ആ സമയത്ത് മനുഷ്യർ അയ്യോ അയ്യോ എന്നുള്ളത് കിൻകി ദബി രഹേഗി ദൂലുമേ, ഈ സമയത്തോ പ്രജാപരരാ ചെയ്യും. ഈ കാലഘട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവരുടെയും ധനം മണ്ണിലേക്ക് പോയി, രാജാവ് കണ്ടുകെട്ടി, എല്ലാം നശിച്ചു പോയി. അപ്പൊ ആളുകളുടെ മനസ്സ് മുഴുവൻ എവിടെയാണ്? ദേഹം, ബന്ധങ്ങൾ, ധനം, അതൊക്കെ പൊട്ടിപ്പോകും. ബാങ്കൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അല്ലെ? നാരൂപയ്ക്കാണെങ്കിൽ ഇഷ്ടംപോലെ ബാങ്കിൽ പൈസയാണ്, ലീലാമായിക്കുണ്ട്. പൈസ ബാങ്കിൽ കിടന്നോട്ടെ, അത് ആർക്കും കൊടുക്കണ്ട. പക്ഷെ മനസ്സവിടെ കിടക്കുകയാണെങ്കിലും ആ ബാങ്ക് പൊട്ടിയെന്ന് കേൾക്കുമ്പോൾ ഹൃദയം പോകും, കരയും. അപ്പൊ അവരുടെ പൈസ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചു, കുഴപ്പമാണ്. തന്നെ പൈസ ഇപ്പൊ ശ്രീലങ്കയെ കണ്ടില്ലേ, 500 രൂപയ്ക്ക് ആയിരിക്കും. നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ 2 കിലോ അരി മേടിച്ചു കൊടുക്കാമല്ലോ അല്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ പൈസ ഇരിക്കട്ടെ. ഇപ്പൊ കൊണ്ടുപോലാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഒറ്റ പൈസ വയ്ക്കാതിരിക്കാൻ പറ്റും മനുഷ്യന്. അവന് പൈസ വെച്ചു, പക്ഷെ മനസ്സ് വെച്ചേക്കും. മനസ്സ് പൈസയിൽ വയ്ക്കുകയാണെങ്കിൽ ഹൃദയം തകർന്നു. പിന്നെ മനസ്സ് എവിടെ ഇരിക്കുന്നത്? ബന്ധുമിത്രാദികളുടെ ദേഹങ്ങളിലാണ്. അത് തകരുമ്പോൾ ഹൃദയം, അതാണ് ഏറ്റവും വലിയ തകർച്ച. അമ്മമാരെയൊക്കെ കുന്തി കാന്താരിയൊക്കെ ഇടിച്ചു തന്നോളൂ. അവയും കരയട്ടെ, നന്നായിട്ട് കരയട്ടെ. ജ്ഞാനികളും കരയും. ബാബ പറയാണ്, കുട്ടികളെ എല്ലാം നശിച്ചു പോകും. ഈ സമയത്ത് ആരാ ഭരിക്കാനുള്ളത്? പ്രജകളെ ഭരിക്കാം. ശ്രീലങ്കയിൽ ഇന്നത്തെ പേപ്പറിൽ കണ്ടില്ലേ, അവിടെ കലാപം ആരംഭിക്കാൻ പോകും. तो भी उनका पोजीशन कितना ऊंचा है, परंतु इस समय किसका भी परमात्मा से बुद्धि न होने कारण उनको पहचानते ही नहीं. പരമാത്മാവിന്റെ പൊസിഷൻ എത്ര ഉയർന്നതാണ്. പക്ഷെ ഈ സമയത്ത് ആർക്കും പരമാത്മാവുമായി ബുദ്ധിയോഗം ഇല്ലാത്തത് കാരണം ഇല്ല. കാരണം എന്താ? ആർക്കും അറിയാൻ പാടില്ല. കന്യാജബ് ഏക് ബാരി ബാലകോ ജാൻലേത്തിത്വം പ്രീതി ചൂട്ടിച്ചാത്തി. ഒരു പെൺകുട്ടി ആ ഒരു പുരുഷനെ, ആ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ അവൾക്ക് വളരെ പ്രേമമായി. പഹജാൻ നഹീന്തോ പ്രീതി നഹി, കണ്ടില്ലെങ്കിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്നേഹിക്കാം? തുമാരെ മേമ്പി നമ്പർ വാർ പേര്. അതുപോലെ ബാബയുടെ കുട്ടികൾക്കും ബാബയോടുള്ള സ്നേഹം നമ്പർ വാർ ആണ്. നിരന്തർ യാദിക്ക് ബി പ്രീത് ചാഹിയെ പരന്തു പ്രീതം കോ ഭൂൽ ജാത്തെ. നിരന്തരം ബാബ പറയണു, ഓർമ്മിക്കണമെങ്കിൽ ആ പ്രേമം ഉണ്ടാകണം. പക്ഷെ പ്രീതമനെ കുട്ടികളും മറക്കാണ്. ഏത് ബാബ കാത്തെ മെമ്പി ഭൂൽ ജാത്ത. ബ്രഹ്മബാബ പറയാണ്, ഞാൻ പോലും മറന്നു, ഞാനാണ് നമ്പർ 1 ആണ്, ഞാൻ പോലും മറന്നു പോകാം. तुम बच्चों को 5000 वर्ष के बाद फिर एक शिक्षा मिलती है कि अपने को आत्मा समझो, പരമാത്മാ को याद करो, इस याद से ही വികർമ്മ വിനാശം होंगे. 5000 വർഷം കൂടുമ്പോഴാണ് ഈ അറിവ് നൽകുന്നത്. ആത്മാവാണെന്ന് മനസ്സിലാക്ക്, പരമാത്മാവിനെ മനസ്സിലാക്ക്, ആത്മാവ് പരമാത്മാവിനെ ഓർമ്മിക്ക്, അങ്ങനെ വികർമ്മങ്ങൾ നശിക്കും. വേറെ ഭക്തിമാർഗത്തിൽ ഒരു സ്ഥലത്തും ഈ കാര്യങ്ങളില്ല. ഗീതയിൽ കൃഷ്ണ കൊണ്ടുവച്ചത് കൊണ്ട് ഈ കാര്യം ആർക്കും പിടിയും കിട്ടിയിട്ടില്ല. ഇതിലുണ്ട്, പക്ഷെ പിടികിട്ടത്തില്ല. അതുകൊണ്ട് ബാബാണ് ഞാൻ വരുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അബത്തോ വികർമാജിത്ത് ബനനായി. ഇപ്പൊ നമ്മൾ എന്താണ്? വികർമാജീത്ത് ആകണം. പഹലെ ജോ സത്യമേം ആത്തേഹി ഉൻകോ വികർമാജിത്ത് കഹേങ്കി. ഈ ഭൂമിയിൽ വികർമ്മങ്ങളെ ജയിക്കുന്ന ആത്മാക്കളാണ് ആ വികർമാജിത്ത് സംവത്സരത്തിലേക്ക് വരുന്നത്. പതിതുക്കോ വികർമ്മി പാവൻകോ സുകർമ്മി കഹേങ്കി. പതിതരെ വികർമ്മി എന്നും പതിതരെ വികർമ്മി എന്നും പാവനമായവരെ സുകർമ്മി എന്നും പറയും. വികർമാജിത്ത് രാജ്യ ഹോത്താഹി സത്യവും. വികർമാജിത്ത് രാജ്യം സത്യയുഗത്തിലാണ്. വികർമ്മക്ക സംവത്സരം ചലത്ത. പിന്നെ വികർമ്മത്തിന്റെ സംവത്സരം നടക്കും. 2500 വർഷ വികർമാജിത്ത് വഹി വികർമ്മി ബഞ്ചാത്തെ. 2500 വർഷം വികർമാജിത്ത് ആയിരുന്നവർ തന്നെയാണ് വിക്രമാദിത്യൻ. വിക്രമങ്ങള് ആരംഭിച്ചു, വിക്രമങ്ങളുടെ പിന്നിൽപ്പെട്ടു പോയി. തും അഭി പുരുഷാർത്ഥ കർ രഹേ ഹോ വികർമാജിത്ത് രാജായുമേ ആനേക്കലി. ഇപ്പൊ ഈ വികർമ്മികളായി നമ്മളെ കൊണ്ട് ബാബ എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യിപ്പിക്കുന്നത്? വികർമാജിത്ത് രാജ്യത്തിലേക്ക് പോകണം. മോഹജിത്ത് രാജാക്ക് ബഡി കഥാഹി. മോഹജിത്ത് രാജാവിന്റെ വലിയ കഥയുണ്ട്. പതിത് രാജ്യ കബ് ചൽത്താഹി, പാവൻ രാജ്യ കബ് ചൽത്താഹി, ഏക സബ് തും പാവൻ ഈ ശിവ ബാബ പാവൻ ബനാത്തെ ഉൻകാ ബി ചിത്ര. ശിവബാബ നമ്മളെ പവിത്രമാക്കാണ്. ശിവബാബ ചിത്രങ്ങളിൽ വിഗ്രഹങ്ങളുണ്ട്, ശിവലിംഗങ്ങളുണ്ട്. രാവൺ പതിത് ബനാത്തെ ഹി ഉൻകാ ബി ചിത്ര.
രാവണൻ പതിതമാക്കുന്നു. രാവണന്റെ ചിത്രങ്ങൾ ഈ സമയത്തുണ്ട്. തും ജാനത്തെ ഹോ ബരോബർ അബ് രാവൺ രാജ്യ ഹെ ഇസ്ലിയെ യഹ് ഭി സൃഷ്ടി ചക്ര കാ ചിത്ര ഹെ ഇസ് പർ ലിഖ്നാ പടേ ഭാരത് ടുഡേ ഭാരത് ടുമാറോ. ബാബ പറഞ്ഞു നമുക്കറിയാം ഈ രാവണ രാജ്യമാണ് ഇത്, ഇതെല്ലാം മാറും, ഇത് കാലചക്രമാണ്. അതുകൊണ്ട് കാലചക്രത്തിന്റെ ചിത്രത്തിൽ എഴുതണം ഇന്നത്തെ ഭാരതം നാളത്തെ ഭാരതം. ബനനാത്തോഹേന നാളത്തെ ഭാരതം അങ്ങനെ ആവണമല്ലോ. തും ജാനത്തെ ഹോ യഹ് ഹെ മൃത്യു. കുട്ടികൾക്ക് അറിയാം, നമുക്ക് എന്താ അറിയാം, ഇത് മൃത്യുയോഗമാണ്. യഹം അകാലേ മൃത്യു ഹോത്തരഹ. ഇവിടെ അകാല മൃത്യുവും ഉണ്ട്, മരണ ഭയവുമുണ്ട്, മരണ ദുഃഖവുമുണ്ട്. അവിടെ മരണമുണ്ട്, പക്ഷെ അങ്ങനെ ഒരു വാക്കുണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല, അകാല മൃത്യു ഉണ്ടാവില്ല. വഹം ഇസ്ലിയെ അമരലോക കഹാജാത്തായി. അവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അമരലോകം എന്ന് വിളിക്കുന്നത്. രാമരാജ് സത്യവസേ ശുരു ഹോത്ത, രാവൺ രാജ് ദ്വാപരസേ ശുരു ഹോത്ത. ആ രാമരാജ്യം ആരംഭിച്ചത് സത്യയുഗത്തിലാണ്, രാവണ രാജ്യം ആരംഭിച്ചത് ദ്വാപരയുഗത്തിലാണ്. ദൈവം പഠിപ്പിക്കുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാവും? കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാണ് ബോധ്യം വരുന്നത്. ഇത് ദൈവത്തിനെ പറ്റുള്ളൂ. ഏക സബ് ബാത്യം തുംഹി സമച്ചിട്ട്. ഈ കാര്യങ്ങൾ ലോകം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല, നമ്മളെ അറിയുന്നുള്ളൂ. മനുഷ്യത്വ സബ് കുംഭകർണയ്ക്ക് നീന്തുമേ സ്വയഹുയെ. എല്ലാ മനുഷ്യരും കുംഭകർണനെതിരിൽ കിടന്ന് ഉറങ്ങാണ്. കുംഭകർണൻ എത്ര നാൾ വളർന്നിരുന്നു? കുംഭകർണൻ എത്ര നാൾ വളർന്നിരുന്നു? 7 മുതൽ 7 വരെ. എന്താ പറഞ്ഞ? കുംഭകർണൻ എത്ര നാൾ ഉണർന്നിരുന്നു? അരക്കൽപ്പം, 6 മാസം. 6 മാസം ആത്മബോധത്തിലാണ് ഉണർന്നിരിക്കും, 6 മാസം ദേഹബോധത്തിൽ ഉറങ്ങി. അത് കുംഭകർണന്മാരാ? നമ്മൾ തന്നെയാണ്. നമ്മൾ കുംഭകർണൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും. രാവണന് നമ്മൾ, കുംഭകർണന് നമ്മളൊക്കെ നമ്മള്. ഭാവം ഉണർത്താണ്, അവർ ഉണരുന്നില്ല. എന്ത് ചെയ്യാൻ? എത്ര കുലിക്കിട്ട് അനങ്ങുന്നില്ല, കുംഭകർണൻ ഉണർത്താൻ പറ്റില്ല. ബാബ പറയാണ്, നിങ്ങൾ ബ്രഹ്മമുഖ വംശാവലികളാണ്, ഞാൻ നിങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. ഇസ്മയും യഹ് ബ്രഹ്മ സരസ്വതി ബി ആജാത്തെ. ഈ പഠിക്കുന്നവരുടെ ലിസ്റ്റിൽ ബ്രഹ്മാവും സരസ്വതിയും വരും. യഹ് ഹേ ജഗദംബ മഹിമ ബഡാനെ കേലിയെ ഇന്താ ഗായൻ. ഇതാണ് യഥാർത്ഥത്തിൽ ജഗദംബ വാസത്തില് ബ്രഹ്മബാബയാണ്, പക്ഷെ മഹിമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മയെ വെച്ചിരിക്കുന്നത്. ബാക്കി വാസ്തവമേം ബടി മമ്മ ബ്രഹ്മാഹി ഏന പരന്തു ശരീർ പുരുഷക്കാഹി. ബാക്കി ബാബ പറയാണ്, വാസ്തവത്തില് ഈ വലിയ അമ്മ എന്ന് പറയാം എല്ലാവരുടെയും അമ്മ ബ്രഹ്മാവാണ്, ശരീരം പക്ഷെ പുരുഷന്റേതാണ്. ഏഹിയെ ബടി മുഖ്യമാണ്. ഒരു പുരുഷൻ, 2 പുരുഷന്മാർ സൃഷ്ടി നടത്തുന്നുണ്ട്, ഏതോ പുരുഷത്തിലുണ്ട് പട്ടിക ഹരിദാസ് മണ്ഡലത്തിലെന്ന് പറഞ്ഞു. ഇസ് ദ്വാര ഇൻകോ രച. ആരിലൂടെയാണ് രചിച്ചത്? ബ്രഹ്മാഹോ ജാത്തേഹി ബടിയും. അപ്പോൾ ഈ ബ്രഹ്മാവ് നമ്മുടെ വലിയ അമ്മയാണ്. ഇൻ ദ്വാര ബച്ചെ അവർ ബച്ചിയാം രചിത്തേഹി. ഈ ബ്രഹ്മാവിലൂടെയാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രചിക്കുന്നത്. ഇൻ ബാത്തോങ്കോ സമച്ചിനമേം ബടി അച്ചി ബുദ്ധി ചാഹി. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ നല്ല ബുദ്ധി വേണം. കുമാരിയം അച്ഛ സംശയത്തേക്ക്. കുമാരിമാരുടെ ബുദ്ധി ഫ്രഷ് ആയതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. മമ്മാബി കുമാരി, മമ്മയും കുമാരിയാണ്. ജബ് ബ്രഹ്മചരിക്ക ഭംഗ് ഹോ ജാത്തോ ധാരണ നഹി ഹോതി. ബ്രഹ്മചര്യ ലംഘനം നടക്കുമ്പോൾ ധാരണയും പോകും. ഗൃഹസ്ഥ ധർമ്മത്തോ സത്യമേന്താ പരന്തു ഉनको പാവൻ കഹാ ജാത്താ ഹെ. സത്യത്തിലും ഗൃഹസ്ഥ ധർമ്മം തന്നെയായിരുന്നു, പക്ഷെ ഇത് പാവന ഗൃഹസ്ഥ ധർമ്മമായിരുന്നു. യഹം പതിതേ, ഇവിടെ പതിതമാണ്. ശ്രീകൃഷ്ണക്കോ കിത്തനെ മഹിമാദേഹത്തെ സർവഗുണ സമ്പന്നൻ ചോലാ കല സമ്പൂർണ്ണൻ. കൃഷ്ണൻ എത്ര മഹിമയാണ്, 16 കല സമ്പന്നൻ അല്ലെ, സർവഗുണ സമ്പന്നൻ, 16 കല സമ്പൂർണ്ണ, എന്തെല്ലാം മഹിമ. യഹം തു കൊയ് ബി മനുഷ്യ കൃഷ്ണനെ പോലൊരു മനുഷ്യൻ ഈ ലോകത്ത് ഉണ്ടാവില്ല. വഹം രാവൺ രാജ്യഹീനയും അല്ലെ, ബുദ്ധന്റെ കാലത്ത് രാവണൻ ഉണ്ടായിരുന്നു, പക്ഷെ കൃഷ്ണന്റെ കാലത്ത് രാവണനേ ഇല്ല. ദേഹ അഹങ്കാർക്കാൻ നാമഹീനയും, ദേഹാഹങ്കാരം എന്നൊരു പേര് അവിടെ ഇല്ല. वह उनको यह ज्ञान है कि हम यह पुराने देह को छोड़ दूसरी लेंगे ആത്മാ അഭിമാനി രഹത്തെ. അവിടെ അവർക്ക് നല്ല അറിവുണ്ട്, ഞാൻ ഈ ആത്മാവ് ഈ ദേഹം വിട്ട് അടുത്ത ദേഹത്തിലേക്ക് പോകണം. കാര്യം എന്താണ്? അവര് ദേഹി അഭിമാനികളാണ്, ആത്മാഭിമാനികളായി കഴിയാണ്. ദേഹാഹി ദേഹ. ഇവിടെ നമ്മുടെ മനസ്സ് ബുദ്ധിയും ദേഹത്തിനോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞ ഒരു ദേഹത്തെ ഓർമ്മിക്കുക, പിന്നെ ആരും ഓർമ്മിക്കും? ഓരോ ദേഹമില്ലാത്തതിനെ ഓർമ്മിച്ചു. അങ്ങനെ ദേഹമില്ലാത്തവനെ ഓർമ്മിച്ച് മനസ്സിനെ ദേഹത്തിൽ നിന്നും പൊട്ടിച്ചെടുക്കണം. അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടാണ് ബ്രഹ്മബാബ ദേഹത്തിന്റെ ലോകത്തിന് അപ്പുറത്തേക്ക് കടന്നു. അപ്പനേക്കോ ആത്മാ സമച്ചോ തുമേം യഹ് പുരാന ശരീർ ചോട് വാപ്പിസ് ജാന. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, ഈ പഴയ ദേഹം വിട്ട് പോകേണ്ട സമയമായി. ഒരു നയ ശരീർ നയ ദുനിയ, പിന്നെ പുതിയ ദേഹം പുതിയ ലോകത്തിൽ നമ്മൾ എത്തും. അച്ഛ മീട്ടെ മീട്ടെ സിക്കിലിതെ ബച്ചോം പ്രതി മാതാപിതാ ബാप दादा का याद प्यारा गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ നിരന്തരം ഓർമ്മയിൽ കഴിയുന്നതിന് വേണ്ടി ഹൃദയത്തിന്റെ പ്രീതി ഒരു ബാബ എടുത്ത്, നിരന്തരം ഓർമ്മയിൽ കഴിയുന്നതിന് നമ്മുടെ ഹൃദയത്തിന്റെ സ്നേഹം ഒരു ബാബ എടുത്ത്
പലപ്പോഴും നമുക്ക് എന്താണ് ബുദ്ധി കൊണ്ട് ബാബയെ സ്നേഹിക്കും, ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നത് ബന്ധുമിത്രാദികളെ. ഭൂരിഭാഗം പേരും അങ്ങനെ. യഥാർത്ഥത്തിൽ ബാബ എന്താ ബുദ്ധി കൊണ്ട് അവരെ സ്നേഹിച്ചു, അല്ലെങ്കിൽ അവർ നമ്മുടെ ബന്ധുക്കളാണ്, അവര് മനസ്സിലാക്കി സ്നേഹിച്ചു. പക്ഷെ ഹൃദയത്തിന്റെ സ്നേഹം ആരോടായിരിക്കണം? ഒരേ ഒരു ബാബ. പ്രീതം കോ കബീബി ഭൂൽനാ നഹി, പ്രീതമനെ ഒരിക്കലും മറക്കരുത്. ആരാ പ്രീതമൻ? ആൾക്കാരുടെ നമുക്ക് പ്രീതമൻ എന്നൊക്കെ പറഞ്ഞ പ്രശ്നമാകും. നമുക്ക് പ്രീതമനുണ്ട്, ബാബ പ്രീതമനെ മറക്കും. വികർമാജിത് രാജ്യത്തിലേക്ക് പോകുന്നതിന് മോഹജിത്താവും. വികർമാജിത് രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ മോഹജിത്താവും. സുകർമ്മ കർണേക്ക്, സുകർമ്മങ്ങൾ ചെയ്യും. വൈബി വികർമ്മനഹിത, യാതൊരു വികർമ്മങ്ങളും ചെയ്യരുത്. इन्नते वरदान अपने सूक्ष्म चेकिंग द्वारा पापों के बोझ को समाप्त करने वाले समान और संपन्न തന്റെ സൂക്ഷ്മ പരിശോധനയിലൂടെ പാപഭാരത്തെ സമാപ്തമാക്കുന്ന, പാപങ്ങളുടെ ഭാരത്തെ സമാപ്തമാക്കുന്ന സമാനമോ സമ്പന്നമോ ആയി ഭവിക്കും. തന്റെ സൂക്ഷ്മ പരിശോധനയിലൂടെ പാപങ്ങളുടെ ഭാരത്തെ സമാപ്തമാക്കുന്ന സമാനമോ സമ്പന്നമോ ആയി ഭവിക്കും. ആർക്ക് സമാനമാണ്? ആർക്ക് സമാനമാണ്? ആർക്ക് സമാനമാണ്? ഭാവിക്ക്. ഏത് ഭാവിക്ക്? ഏത് ഭാവിക്കാനും കുഴപ്പമില്ല. സമാനമാണെങ്കിലും ഏത് ഭാവിക്കാനും കുഴപ്പമില്ല. യതി കൊയ് ബാബ പറയണോ, എന്തെങ്കിലും അസത്യമായ അനാവശ്യമായ കാര്യങ്ങൾ കേട്ടു കണ്ടു, അതിനെ വായുമണ്ഡലത്തിലേക്ക് പരത്തി. അസത്യമായ അനാവശ്യം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അധാർമികമായ കാര്യങ്ങൾ കണ്ടില്ല, ആരോ പറഞ്ഞ് കേട്ടു, അത് അന്തരീക്ഷത്തിലേക്ക് പരത്തി. അത് ഹൃദയത്തിൽ അകത്ത് വയ്ക്കുന്നതിന് പകരം വ്യർത്ഥമായ കാര്യങ്ങൾ പരത്തുക, ഇത് പാപത്തിന്റെ അംശമാണ്. എന്തെങ്കിലും ആവശ്യമില്ലാത്ത, അതായത് നമ്മളത് പറയുകയാണെങ്കിൽ അതുകൊണ്ട് വേറൊരാൾക്ക് ഗുണം ഉണ്ടാവും. ഒരു ഗുണമില്ലാത്ത, ഒരു ആവശ്യമില്ലാത്ത കാര്യം അതിനെ പറയുന്നത്, വ്യർത്ഥമായ കാര്യം പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യം തന്നെ പറയുന്നത്. ബാബ പറയാണ്, അങ്ങനെ പറയുകയാണെങ്കിൽ അത് പാപമാണ്. കൊച്ചു കൊച്ചു പാപങ്ങൾ പറക്കുന്ന കലയുടെ അനുഭവം തീർത്തുകളയും. കൊച്ചു കൊച്ചു പാപങ്ങൾ പറക്കുന്ന കലയുടെ അനുഭവം ഇല്ലാതെയാകും, സമാപ്തമാകും. അങ്ങനെയുള്ള വിശേഷങ്ങൾ കേൾക്കുന്നവരിലും പാപമുണ്ട്, കേൾപ്പിക്കുന്നവരിൽ അതിനേക്കാൾ കൂടുതൽ പാപം. കേൾക്കുന്നവരിലും പാപം. ഒരാവശ്യമില്ലാത്ത കാര്യം ഞാൻ കേൾക്കാൻ ചെവി കൊടുക്കുകയാണെങ്കിൽ ബാബ പറയുന്നു അതിലും പാപമുണ്ട്, അത് കേട്ടാൽ അവന് പാപം. ഓം കർണേഭി ശൃണുയാമ ദേവ, ഞാൻ നല്ല കാര്യങ്ങളെ കേൾക്കാവുന്നു, എന്റെ കാതിൽ കൂടെ ഞാൻ നല്ല കാര്യങ്ങൾ കേൾക്കാവൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിലും പാപമാണ്, കേൾപ്പിക്കുന്നതിലും ബാബ പറയുന്ന പാപമാണ്. इसलिए अपनी सूक्ष्म चेकिंग कर ऐसे पापों के बोझ को समाप्त करो, तब बाप समान സമ്പന്ന ബൻ സകേ. അതുകൊണ്ട് തന്റെ സൂക്ഷ്മമായ പരിശോധനയിലൂടെ ഇങ്ങനെയുള്ള പാപങ്ങളുടെ ഭാരം ഇല്ലാതെയാക്കൂ, അപ്പോൾ ബാബയ്ക്ക് സമാനം സമ്പന്നമായി മാറും. കേൾപ്പിക്കുന്നതിനുള്ള പാപം എന്താണ്? ഞാനിപ്പോ ഒരു വിഷയം, ഒരു ആവശ്യമില്ലാത്ത കാര്യം ഞാൻ ലീലാമായിട്ട് പറയും, അപ്പൊ നമ്മൾ തമ്മിലൊരു പാപമുണ്ടായിരുന്നു. മാജിദ് കേട്ടു, കേൾക്കാണ്ട് ഡാവിൽ പോണെന്ന് ബാബ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞു, അത് ഫസ്റ്റ് പാപം പറഞ്ഞു, അത് ഡയറക്റ്റ് കേട്ടതും പാപമാണ്. അത് മാജി പോയിട്ട് വിജയമായിട്ട് പോയി പറഞ്ഞു, അപ്പൊ അവിടെ ഒരു പാപം സംഭവിച്ചു. രണ്ടുപേർ. അത് എവിടെ നിന്നാ തുടങ്ങിയത്? എന്റെ അടുത്ത്. നിങ്ങളുടെ രണ്ടുപേരുടെയും പാപത്തിന്റെ ഒരു ഷെയർ എനിക്ക്. വിജയമാജി അത് ഇന്ദിരാമായിട്ട് പറഞ്ഞു. അപ്പൊ അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലേ? അയ്യോ കൊള്ളാം, നിങ്ങൾ വെറും ബുദ്ധുവാണല്ലോ, പല കാര്യങ്ങളും അറിയാനുണ്ട്. അങ്ങനെ വലിയ സാമർഥ്യത്തോടു കൂടി ഇന്ദിരാമാജി കേൾപ്പിച്ചു. ഇന്ദിരാമാജി ഗതി കിടന്ന് കേട്ടു. പാപം കേൾപ്പിച്ച ആളാരാണ്? വിജയമാജി. വിജയമാജി കേൾപ്പിച്ചത് ആരാണ്? ലീലാമാജി. വിജയമാജിക്ക് 2, എനിക്ക് തുടക്കം അവിടെ നിന്നാണ്. അപ്പൊ ആ ചെയിന്റെ മുഴുവൻ പാപം ഇവിടെ നിന്ന് വരും. നമ്മൾ പറയില്ലേ, ആരോടും പറയരുതല്ലോ, ഞാൻ നിങ്ങളോടുള്ള പ്രത്യേകത കൊണ്ട് പറയുന്നതാണ്.
അവരും അത് തന്നെ പറയാം, ആരോടും പറയരുതല്ലോ. ഈ മാലപ്പടക്കത്തിന് തീ കൊടുക്കുമ്പോൾ എല്ലാ പടക്കത്തിനും തീ കൊടുക്കേണ്ട കാര്യമാണ്. ഒരറ്റത്ത് കൊടുത്താൽ മതി, അതെല്ലാത്തിലേക്ക് പിടിച്ചു കൊടുക്കും. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരറ്റത്ത് കൊളുത്തി കൊടുക്കും. നമുക്കറിയാം ഇത് പൊക്കോളും. ഇത് എന്തിനാ അയച്ചു വിടുന്നത്? ഇത് എവിടെ നിന്നാണ്, ആരെ കുറിച്ചാണ് പറയുന്നത്? അവന്റെ പണി തീർക്കണം. അപ്പൊ അറിയും അവന്റെ പാപത്തിന്റെ ഷെയർ നമ്മളെല്ലാവരും കൂടി എടുക്കും, അവൻ ഭാഗ്യശാലിയായി. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം, അവർ മണ്ടൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം. നമ്മളെ കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ, ഉള്ളതാകട്ടെ ഇല്ലതാകട്ടെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ സന്തോഷിക്കണം. കാര്യം എന്താ, അതെല്ലാവരും കൂടി എടുത്തുകൊണ്ട് പോയില്ലേ, ഓരോ കഷ്ണം എടുത്തുകൊണ്ട് പോയി. ഓരോ 10 പേരോട് പറഞ്ഞോട്ടെ, നല്ല കാര്യം. പക്ഷെ ബാബു പറഞ്ഞു നമുക്കിത് പാപം. സ്ലോഗൻ ബഹാനെ ബാജിക്കോ മർജ് കർദോ तो बेहद की वैराग्य वृत्ति विमर्ज हो जाए. ഈ ഒഴിവ് കഴിവൊന്ന് നിർത്തും. ബാബ പറഞ്ഞു പരിധിയില്ലാത്ത വൈരാഗ്യവർത്തി മർജാവും. ഏത് കാര്യത്തിനും നമുക്ക് എന്താണ് ഒഴിവ് കഴിവ് പറിച്ചു. എന്തുകൊണ്ട് ഒഴിവ്? എനിക്ക് ആ വീട്ടിലെ പ്രശ്നമാണ്. അപ്പൊ പറഞ്ഞു വീടിനോട് വൈരാഗ്യം വന്നിട്ട്, പിള്ളേരെ കാര്യം ഞാനല്ലാണ്ട് പിന്നെ ആരെങ്കിലും നോക്കാൻ പറഞ്ഞു വൈരാഗ്യം വന്നിട്ട്. അപ്പൊ പറഞ്ഞു ഈ ഒഴിവുകൾ നിർത്തിയിട്ട് ഞാൻ എന്തായാലും ബാബയുടെ കാര്യത്തിൽ. അപ്പൊ ബാബ എന്താ പറഞ്ഞത്? ബന്ധനം വിട്ടുപോകും. അങ്ങനെ ബന്ധനം വിടുള്ളൂ, അല്ലാണ്ടൊന്നും ബന്ധനം പോകും. അപ്പൊ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ മാതാപിതാവിന്റെ ശാഖയിൽ വരുന്നത് പൂർണ്ണമായും ഫോളോ ചെയ്യൂ, അവരെ പോലെ മധുരമുള്ളവരാകൂ, നല്ല രീതിയിൽ പഠിക്കും. പിന്നെ ഏത് 2 രഹസ്യങ്ങൾ ബാബ പറഞ്ഞു മനസ്സിലാക്കാൻ പാടുള്ളത്? ഒന്ന്, ഈ മമ്മ നമ്മുടെ യഥാർത്ഥത്തിൽ അമ്മയല്ല, അമ്മ യഥാർത്ഥത്തിൽ ബ്രഹ്മാവ്. 2, താഴെയുള്ള ബ്രഹ്മാവാണ് പ്രജാപിതാവ്. ഉള്ള ബ്രഹ്മാവ് ഇതിന്റെ സമ്പൂർണ്ണ അവസ്ഥയാണ് കാണിച്ചത്. ഈ രഹസ്യങ്ങളിൽ നമ്മൾ കൽപ്പത്തിന്റെ ഒടുവിൽ സംഗമത്തിൽ വന്നിട്ടാണ് ബാബ ആദി മധ്യാന്തത്തിന്റെ അറിവും, ഈ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അറിവ് നൽകും. മൂലപതനം, സൂക്ഷ്മപതനം, സ്ഥൂലപതനം. ഈ കളികൾ മുഴുവൻ ഈ സ്ഥൂലപതനത്തിലാണ്, അറിവും സ്ഥൂലപതനത്തിൽ തന്നെ. ഇതിന്റെ ആദിമധ്യാന്തത്തിന്റെ അറിവും രചയിതാവിന്റെ ജ്ഞാനവും ബാബയ്ക്കല്ലാണ്ട് ആർക്കും നൽകാം. ഇത് യൂണിവേഴ്സിറ്റി, അതായത് യൂണിവേഴ്സിറ്റി മുഴുവൻ പഠിപ്പിക്കുന്ന സാധനം. പക്ഷെ ഇത് ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റി, അച്ഛന്റെ യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയിലാണ് പറഞ്ഞ ആദിമധ്യാന്തത്തിന്റെ ഇത് പഠിപ്പിക്കും. ആത്മാഭിമാനിയാകാനുള്ള പഠിപ്പും ഇവിടെ ബാബ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഈ ലോകത്ത് ആരും തന്നെ ആത്മാഭിമാനികളില്ല. പിന്നെ ആത്മാവ് വേറൊരാത്മാവിനെ പഠിപ്പിക്കുന്ന കാര്യം പറയാറില്ല. മനുഷ്യരെ പഠിപ്പിക്കും. എല്ലാവരും ശരീരത്തിന്റെ നാമരൂപത്തിൽ. ബാബ നമ്മളോട് എന്താ പറയുന്നത്? ആത്മാഭിമാനിയാകാൻ പരിശ്രമിക്കും. സത്യത്തില് എല്ലാവരും ആത്മാഭിമാനികളാണ്. ഒരു ദേഹം വിട്ട് അടുത്ത ദേഹത്തിലേക്ക് പോകും. ബാബ പറയുന്നു ദ്വാപരം മുതൽ വികർമ്മങ്ങൾ ആരംഭിച്ചു ദേഹാഭിമാനികളാണ്. ആദ്യത്തെ വികാരം തന്നെ അജ്ഞാനമാണ്, ദേഹാഭിമാനമാണ്. കൽപ്പാവസാനം ബാബ വന്ന് നമ്മളെ ദേഹിയാഭിമാനിയാക്കി മാറ്റുമ്പോൾ ബാബ പറയാണ് നമ്മള് ഹൃദയപൂർവ്വം ബാബയെ സ്നേഹിച്ച് ബാബയെ ഓർമ്മിച്ച് നമ്മുടെ പാപങ്ങൾ നശിപ്പിക്കണം. വികർമാജിത്ത രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ മോഹജിത്തായി മാറണം, സുകർമ്മങ്ങൾ ചെയ്യണം, യാതൊരു വികർമ്മങ്ങളും ചെയ്യരുത്. വരദാനത്തിൽ എന്താ പറഞ്ഞ്? നമ്മുടെ സൂക്ഷ്മമായ പരിശോധനയിലൂടെ ഈ പരദൂഷണത്തിന്റെ മാല വയ്ക്കുക. പൗർണം ആ ഭാരമില്ലാണ്ടാക്കുന്ന സമാനവും സമ്പന്നവുമായി. ശ്ലോകനിൽ എന്താ പറഞ്ഞത്? ഈ ബഹാനബാജി പറയാതെ അത് നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. പരിധി ഇല്ലാത്ത വൈരാഗ്യവൃത്തി വിമർജാക്കി കൊടുത്തു. ഓം ശാന്തി. നാളെ തുറവൂർ ഭട്ടിയാണ്. ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ? നാളെ മുരളി ക്ലാസ് ഉണ്ടാവും. മുരളി ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ പോകുന്നുണ്ട്. പക്ഷെ വണ്ടി പോകുമ്പോൾ വണ്ടി ഒന്ന് ഭട്ടി കഴിഞ്ഞിട്ട് ഒന്ന് പള്ളുരുത്തി വരെ പോകും. പള്ളുരുത്തിൽ നമ്മുടെ ഒരു പാട്ട് ഭർത്താവല്ല സഹോദരൻ വയ്യാണ്ട് കിടക്കാം. ഒരു സിംഗിങ് കണ്ടീഷനിലാണ്. അപ്പൊ ഒന്ന് രണ്ടുന്നവർക്ക് പോകണമെന്ന് പറയും. ഇവിടുന്ന് വണ്ടി പോകുന്നുണ്ട്, മുരളി കഴിഞ്ഞു. അപ്പൊ ആരൊക്കെ വരുന്നുണ്ട്? ഇന്ദിരാബാജി വരുന്നുണ്ട്, ബഹാനി ബാജി, ശ്ലോകനെ പറഞ്ഞില്ലേ ബഹാനി ബാജി, ലൈല സിസ്റ്റർ ബായി വരുന്നുണ്ട്, സ്കൂട്ടർ വണ്ടിയുണ്ട്, സന്തോഷ് ഭായി വരുന്നുണ്ട്, നാഗരാജ് ഭായി. ഒരു വിഷയമില്ല. അപ്പൊ ശരി, നമുക്ക് ഒരു മിനിറ്റ്